ഇന്ത്യൻ പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖകൾ എന്തെല്ലാമാണ്? SIR വന്നത് മുതൽ ഇന്ത്യൻ പൗരത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. ആർക്കൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പൗരത്വത്തിന് അവകാശമുള്ളത്? ദ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 ആധാരമാക്കിയാണ് ഇന്ത്യയിലെ പൗരത്വം നിർണ്ണയിക്കുന്നത്. ഈ നിയമപ്രകാരം 3 കാറ്റഗറിയിലുള്ള ആളുകൾക്കാണ് ഇന്ത്യയിൽ പൗരത്വം നൽകുന്നത്. ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് 1950 ജനുവരി 26 ശേഷവും അതുപോലെ 1987 ജൂലൈ 1 മുമ്പും ജനിച്ച വിഭാഗമാണ്. അതായത് 1950 1987 ഇടയിൽ ജനിച്ചവർ ബൈ ബർത്ത് ഇന്ത്യൻ സിറ്റിസൺ ആയി പരിഗണിക്കുന്നു. അതിനുള്ള രേഖകൾ എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാലയളവിൽ ജനിച്ച ആർക്ക് ഏത് രേഖ വേണമെങ്കിലും ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് പ്രൊഡ്യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ SSLC ബുക്കിൻ്റെ കോപ്പി, അതുപോലെ മറ്റ് ഏത് രേഖകളും അവർ ജനനത്തീയതി തെളിയിക്കുന്ന രേഖകളുണ്ടെങ്കിൽ അത് ധാരാളം മതി. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് 1987 ജൂലൈ 1 ശേഷം ജനിച്ചവരും 2004 ഡിസംബർ 3 മുമ്പ് ജനിച്ചവരുമാണ്. 1987 2004 ഇടയിൽ ജനിച്ച ഇവർക്ക് വേണ്ടത് ഇവരുടെ ഏതെങ്കിലും ഒരു പേരൻസ്, ഫാദർ ഓർ മദർ ഇന്ത്യയിലെ സിറ്റിസൺ ആയിരുന്നാൽ മതി. അങ്ങനെയുള്ളവർക്ക് ഈ കാലയളവിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് ഇന്ത്യൻ പൗരത്വമുണ്ടാകും. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഉള്ള കുട്ടികൾ, അതായത് 2004 ശേഷം ജനിച്ച കുട്ടികൾ. അവരെ സംബന്ധിച്ച് അവരുടെ 2 പേരൻസും ഇന്ത്യൻ സിറ്റിസൺ ആവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേരൻ്റ് ഇന്ത്യൻ സിറ്റിസൺ ആവാം. അതുകൂടാതെ ഇപ്പോൾ ഫാദർ ഓർ മദർ ഇല്ലീഗൽ മൈഗ്രൻ്റ് ആവാൻ പാടില്ല എന്നുള്ളതാണ് ഇതിലുള്ള നിയമം. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു രേഖ ഗവൺമെൻറ് ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന രേഖകൾ പാസ്പോർട്ട്. പക്ഷേ പാസ്പോർട്ട് ഒരു സിറ്റിസൺഷിപ്പ് രേഖയല്ല. ഒരു തുറമുഖം അല്ലെങ്കിൽ പോർട്ട് പാസ് ചെയ്യുന്നതിനുള്ള, അല്ലെങ്കിൽ ഒരു വിമാനത്താവളം കടക്കുന്നതിനുള്ള, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതിനുള്ള ഒരു പ്രൂഫ് മാത്രമാണ് പാസ്പോർട്ട്. അതുപോലെ ആധാർ കാർഡ് നമ്മളൊരു ഐഡൻറ്റിറ്റി തെളിയിക്കുന്നതിനുള്ള രേഖ മാത്രമാണ്. അതൊരു പൗരത്വ രേഖയല്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വോട്ടർ ഐ ഡി കാർഡ് എന്ന് പറയുന്നത് വോട്ട് ചെയ്യാനുള്ള ഒരു രേഖ മാത്രമാണ്. പക്ഷേ ഇതെല്ലാം നമ്മൾക്ക്, ഈ രേഖകളെല്ലാം 11 രേഖകളാണ് കഴിഞ്ഞ SIRൽ നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്നതിന് വേണ്ടി നൽകിയിരുന്നത്. ഈ രേഖകളെല്ലാം ഒരു സ്ട്രോങ് എവിഡൻസ് ആയിട്ട് നമ്മുടെ പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടി നിലവിൽ ഉപയോഗിക്കാവുന്നതാണ്. അതല്ലാതെ ഓരോന്നും ഒരു പൗരത്വ രേഖയായി കണക്കൂട്ടാനാകുന്നില്ല. ഇതുകൂടാതെ ബൈ ബർത്ത് അല്ലാതെ നമുക്ക് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരവുമുണ്ട്. 7 വർഷം തുടർച്ചയായിട്ട് ഇന്ത്യയിൽ താമസിക്കുകയും ഒരു ഇല്ലീഗൽ മൈഗ്രൻ്റ് അല്ലാതിരിക്കുകയും ചെയ്താൽ ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ ചെയ്യുന്നതിന് ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. SIR വന്നപ്പോൾ ധാരാളം ആശങ്കകൾ ഉണ്ടായിരുന്നു പൗരത്വത്തെക്കുറിച്ച്. SIRൽ പേരില്ലാത്തതോ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തതോ ഒരിക്കലും ഇന്ത്യയിൽ പൗരത്വം നിഷേധിക്കുന്നതിന് കാരണമാവുന്നില്ല. മറിച്ച് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 ഇന്ത്യയിൽ പൗരത്വം നിർണ്ണയിക്കുന്നതെന്ന് മനസ്സിലാക്കുക.